ദൈർഘ്യമുള്ള ആ രാത്രിയും കടന്നുപോയി. സമയം രാവിലെ 7:30. ജില്ല മുഴുവനും കനത്ത പോലീസ് സംരക്ഷണത്തിലാണ്. എങ്ങും പരിശോധനകൾ നടക്കുന്നു. പിന്നെയും മണിക്കൂറുകൾ കടന്നു നീങ്ങി. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഗായത്രി ഓടിച്ച വാഹനം കൈതക്കുന്നിലെ ക്രിസ്ത്യൻ ചർച്ചിന് മുന്നിലെത്തി. സമയം രാവിലെ 10 മണി. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് മുകുന്ദൻ ഉണർന്നു. അല്പം ദൂരെ മാറി നിന്ന് ഗായത്രി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിലുണ്ടായിരുന്ന ബോട്ടിലെ വെള്ളമെടുത്ത് മുകുന്ദൻ മുഖം കഴുകി. ഗായത്രിയുടെ അരികിൽ ചെന്നു. മുകുന്ദനെ കണ്ടതും ഫോൺ സംഭാഷണം മതിയാക്കി ഗായത്രി ചോദിച്ചു, അല്ല, ആൾ എഴുന്നേറ്റോ? അല്പം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അതാ വിളിക്കാതിരുന്നത്. ഇതേതാ സ്ഥലം? ചേച്ചി എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? ട്രേസ് ചെയ്ത വണ്ടിയോടെ എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിക്കില്ലേ മുകുന്ദ? GPS ട്രാക്കറിൽ അവസാന ലൊക്കേഷൻ ഇവിടെയാണ്. ഇതാ നിന്റെ മൊബൈൽ ഫോണിൽ നോക്ക്. ഗായത്രി പറഞ്ഞത് സത്യമായിരുന്നു. GPS ട്രാക്കറിൽ അവസാന ലൊക്കേഷൻ അവർ നിന്ന സ്ഥലമായിരുന്നു. മുകുന്ദൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവിടെ എങ്ങും വാഹനമുണ്ടായിരുന്നില്ല. ചേച്ചി, വണ്ടിയിൽ ട്രാക്കർ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ വെച്ച് അത് ഡിസ്കണക്ട് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ മുകുന്ദ, ഫാദർ വിൻസെന്റിനെ ഞാൻ കണ്ടിരുന്നു. അയാൾക്ക് നീ പറഞ്ഞ ഒരു കാര്യവും അറിയില്ല. ഗായത്രിയുടെ വാക്ക് കേട്ടതും മുകുന്ദൻ ഞെട്ടിപ്പോയി. ഫാദർ വിൻസെന്റിനെ കാണാനോ? എവിടെ വെച്ച്? വലതുഭാഗത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ ചർച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു, അച്ഛൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. പിന്നെ നീ പറഞ്ഞ കൈതക്കുന്നിലെ ചർച്ചല്ലേ ഇത്? ഹേയ്, അല്ല, ഇത് കൈതക്കുന്നെത്തിയോ? ഞാൻ പറഞ്ഞ ചർച്ച് ഇതല്ല. ഇവിടെ ഒരു പഴയ ചർച്ച് കൂടിയുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ വെളുത്ത ലോഹ ധരിച്ച് പരിചയമില്ലാത്ത ഒരാൾ പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഉടനെ ഗായത്രി അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാ അച്ഛൻ വരുന്നുണ്ട്, ഇനി നീ നേരിട്ട് ചോദിച്ചു. നോ, ഇത് ഫാദർ വിൻസെന്റ് അല്ല. എന്തൊക്കെയാണ് പറയുന്നത് മുകുന്ദ? നീ വണ്ടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനും വിൻസെന്റ് അച്ഛനും കൂടി അരമണിക്കൂറോളം ഇവിടെ നിന്ന് സംസാരിച്ചതാണ്. അകത്തേക്ക് കയറാൻ ക്ഷണിച്ചെങ്കിലും ഞാൻ ചെന്നില്ല. അതിനാൽ മിത്രയുടെ പഴയ ഫോട്ടോകൾ എടുത്തുകൊണ്ടുവരാൻ അച്ഛൻ ചർച്ചിലേക്ക് പോയതാണ്. നിനക്ക് കേസ് അന്വേഷണത്തിൽ ഉപകാരപ്പെടുമെന്ന് കരുതി ഞാനാണ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഫാദർ വിൻസെന്റ് കയ്യിൽ കുറച്ച് ഫോട്ടോകളുമായി അവർക്കരികിലെത്തി. ശേഷം മുകുന്ദന് നേരെ കൈനീട്ടി. ഫാദർ വിൻസെന്റിന് ഹസ്തദാനം കൊടുത്തെങ്കിലും മുകുന്ദൻ ഞെട്ടലിൽ നിന്നും മുക്തി നേടിയിരുന്നില്ല. മുകുന്ദൻ സാറിനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അന്ന് മേലേക്കുന്നിലെ പള്ളിയിൽ മിത്രയുടെ ശരീരം റീപോസ്റ്റ്മോർട്ടത്തിനായി എടുക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് സാറിനെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതായിരുന്നു. പക്ഷേ പോലീസുകാർ അകത്തേക്ക് വിട്ടില്ല. മേലേക്കുന്നിൽ പള്ളിയോ? മുകുന്ദൻ കൗതുകത്തോടെ ചോദിച്ചു. അതെ, മിത്രയെ അടക്കം ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ പൂട്ടിയിരിക്കുന്ന മേലേക്കുന്നിലെ പള്ളിയാണ്. അവളുടെ അമ്മയുടെ കുഴിമാടവും അവിടെയാണ്. ജയിൽ മോചിതനായി വന്ന മിത്രയുടെ അച്ഛന് ഭാര്യയുടെ കുഴിമാടത്തിന് തൊട്ടരികിൽ തന്നെ മകളെ അടക്കം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഫാദർ, മിത്രയുടെ അച്ഛൻ ജയിൽ മോചിതനായോ? എപ്പോൾ? മിത്ര മരിച്ച അന്നേ ദിവസം തന്നെ. അത് കേട്ടത് മുകുന്ദൻ തലയിൽ കൈവച്ച് ആകെ അസ്വസ്ഥനായി. എൻ്റെ ദൈവമേ! മുകുന്ദൻ്റെ വെപ്രാളം കണ്ട് ഗായത്രി കാര്യം തിരക്കി. എന്താ മുകുന്ദ, എന്താ പ്രശ്നം? പക്ഷേ ഗായത്രിയുടെ ചോദ്യം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല മുകുന്ദൻ. കൈകൾ വിറയ്ക്കാൻ ആരംഭിച്ചു. അല്പം മാറി നിന്ന് ഉടനെ രഘുവിനെ കോൾ ചെയ്തു. രഘു, അഷ്റഫിന്റെ എന്തെങ്കിലും വിവരം ലഭിച്ചു? സാറേ, ഇവിടെയുള്ള സൈബർ സെല്ലിൽ താൽക്കാലിക ജീവനക്കാരനായി ആകെ ഒരു അഷ്റഫെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് സാർ അന്വേഷിക്കുന്ന ആളല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നത്. ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ബാച്ചിലുണ്ടോ എന്ന് നോക്കട്ടെ. അത് കേട്ടത് മുകുന്ദൻ ചൂടായി. നീ കണ്ടെത്തിയ ആൾ ഞാൻ അന്വേഷിക്കുന്ന അഷ്റഫ് അല്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? സാറ് മിത്ര കൊലക്കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായല്ലേ അഷ്റഫ് എന്ന ആളെ അന്വേഷിക്കുന്നത്? അതെ. അപ്പോൾ ഇയാളല്ല. അതെന്താ നിനക്കെത്ര ഉറപ്പ്? അല്ല സാറേ, മിത്രയുടെ കേസ് ആരംഭിച്ചിട്ട് 7 മാസമല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞ അഷ്റഫ് ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ട് തന്നെ 2 വർഷമായി. രഘുവിന്റെ വാക്കുകൾ മുകുന്ദനിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കി. അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഉണ്ടാവില്ലേ രഘു? ഉണ്ട് സാറേ, അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അല്പസമയത്തിനുള്ളിൽ ഞാൻ വാട്സപ്പ് ചെയ്യാം. അപ്പോഴേക്കും ഫാദർ വിൻസെന്റും ഗായത്രിയും മുകുന്ദന്റെ അരികിലെത്തി. മുകുന്ദ, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ കാര്യം പറ. ചേച്ചി, ഇതൊരു ടീം വർക്കാണ്. കൊലയാളി സദാസമയവും എന്റെ പിറക്കെ തന്നെ ഉണ്ടായിരുന്നു. മിത്രയുടെ ശരീരം പുറത്തെടുക്കുമ്പോഴും അതിനു മുന്നേയും ഫാദർ വിൻസെന്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടത് മറ്റൊരാളെയാണ്. അതുപോലെ ശവപ്പെട്ടി നിർമ്മിച്ച പൗലൂസും ചർച്ചിലേക്ക് എനിക്ക് വഴി പറഞ്ഞു തന്ന 2 പേരും എല്ലാം ഒരു നാടകമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോഴേക്കും മുകുന്ദന്റെ ഫോണിലേക്ക് രഘുവിന്റെ വാട്സപ്പ് സന്ദേശമെത്തി. വാട്സപ്പ് തുറന്ന് അഷ്റഫിന്റെ ഫോട്ടോ കണ്ടത് മുകുന്ദൻ ഞെട്ടി വിറച്ചുപോയി. എന്താ മുകുന്ദ? ഗായത്രിയുടെ ചോദ്യം കേട്ടത് മുകുന്ദൻ മൊബൈൽ ഫോൺ ഗായത്രിക്ക് നേരെ തിരിച്ചു. ചേച്ചി,
ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടോ? ശ്രീലക്ഷ്മിയുടെ കൂടെ സദാസമയവും ഉണ്ടായിരുന്ന അഷ്റഫ് എന്ന ആളാണിത്. പക്ഷെ ഇയാൾ മരിച്ചിട്ട് 2 വർഷമായിരിക്കുന്നു. എന്താ മുകുന്ദ ഇതൊക്കെ? അറിയില്ല ചേച്ചി. തുടക്കം മുതൽ ഈ കേസ് ട്രയാങ്കിൾ പോലെയാണ്. ബ്രില്യൻ്റ് ആയ ഒരു ക്രിയേറ്റിവിറ്റി, ഉത്തരങ്ങൾ കണ്ടെത്തും തോറും പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന അസ്വാഭാവികത നിറഞ്ഞ ഒരു പ്രതിഭാസം.